സർ, നമ്മൾ വീടിൻ്റെ മെയിൻ വാതിൽ പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ഒരു വീടെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു പ്ലോട്ട് വാങ്ങിക്കുമല്ലോ. ഈ പ്ലോട്ട് വാങ്ങിക്കുമ്പം ഈ പ്ലോട്ടിലോട്ടുള്ള മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഗേറ്റ് വെക്കുന്ന സ്ഥാനം, ഈ ഗേറ്റ് വെക്കുന്ന സ്ഥാനവും മെയിൻ വാതിലിൻ്റെ സ്ഥാനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില പ്ലോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് അവർക്ക് ഒരിക്കലും ഒരു നല്ല സ്ഥാനം നോക്കിയിട്ട് ചിലപ്പോൾ ഗേറ്റ് വെക്കാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല കയറ്റമുള്ള ഒരു ഏരിയ ആയിരിക്കും. കാരണം ചില സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അതിനകത്ത് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ചില സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി തിരിച്ച് കയറാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഭൂമി തിരഞ്ഞെടുക്കുമ്പം തന്നെ വാസ്തു സംബന്ധമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും വാസ്തു അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാം ഒന്നും നല്ല ഭൂമിയൊന്നും കിട്ടണമെന്നില്ല. ഏതെങ്കിലും ഒരു ഭൂമി വാങ്ങിക്കാനാണെങ്കിൽ നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് 5 സെൻറ്റോ 6 സെൻറ്റോ വാങ്ങിക്കാം. ഭൂമി വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ ആക്ച്വലി ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഈ വിധിക്കുകളാണോ. ചില ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വിധിക്കായിരിക്കും. ഈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മൂലയ്ക്കായിരിക്കും, വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു മൂലയ്ക്ക്. അപ്പം വിധിക്കുകളൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ചില ഭൂമി ഒരു വിധത്തിലും നമുക്ക് വാസ്തു അനുസരിച്ച് വീട് പണിയാനോ അല്ലെങ്കിൽ അതിനകത്ത് താമസിക്കാനോ കൊള്ളാത്ത ഭൂമിയുണ്ട്. ചില വസ്തുക്കളൊക്കെ ആണെങ്കിൽ അതിനകത്ത് ദോഷം ഉണ്ടെങ്കിൽ പോലും നമുക്കത് മാറ്റിയാൽ പോലും ചിലപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്ന് ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോൾ വീണ്ടും അതൊക്കെ വന്നുകൊണ്ട് കയറി ആ നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭൂമിയാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളൊരു ലാൻഡ് വാങ്ങിക്കുകയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ലാൻഡ് വാങ്ങിക്കുമ്പോൾ ഒരു ആസ്ട്രോളജി ചെയ്യുന്ന ഒരാളെയോ വാസ്തുക്കാരെ ആരെങ്കിലും കാണിച്ചിട്ട് ഇതൊക്കെ കൺഫേം ചെയ്തിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പം വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പ്ലോട്ടെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഫീൽ ചെയ്യുമ്പോഴായിരിക്കും ആ വാസ്തുവിൻ്റെ ആണോ അല്ലെ ആസ്ട്രോളജിയുടെ ആണോ എന്നൊക്കെ ഒരു സംശയം ആൾക്കാർക്ക് വരിക. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഒരു 100% വാസ്തു ഒന്നും കിട്ടില്ല, 100% നല്ല സർവ്വം കിട്ടില്ല. ഒരു 80% 85% എങ്കിലും നമുക്ക് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിൻ്റെ അത് ജീവിച്ച് പഴിച്ച് പോകാൻ പറ്റും. ചിലരൊക്കെ കണ്ടില്ല, ചില വീടുകളൊക്കെ ഒരു ലാൻഡ് വാങ്ങിച്ചിടും, വീട് പണിയാനാണ് കാശും കാണും, പക്ഷെ ലാൻഡ് വാങ്ങിച്ചിട്ട് ഒരിക്കലും അതിനകത്ത് വീട് പണി നടക്കില്ല. അല്ലെങ്കിൽ അതിനകത്ത് മുന്നോട്ട് പോകാനേ ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം വീട് പണിയും നടക്കില്ല, ലാൻഡ് വാങ്ങിക്കും, ഉള്ള കാശും പോയി അവസാനം ഈ ലാൻഡോട്ട് വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. പക്ഷെ അധികം ആൾക്കാർ വീട് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ വീട് വെക്കുന്നതിന് മുന്നേ ആണ് വാസ്തുവിന് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ. പക്ഷെ പ്രോപ്പർട്ടി പ്ലോട്ട് മേടിക്കുമ്പോൾ അധികം പേരും അത് എല്ലാവർക്കും അതിനെക്കുറിച്ച് ധാരണ. കാരണം ഈ നമ്മൾ വാസ്തു എന്നുള്ളത് അത് കഴിഞ്ഞുള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് വസ്തുവാണ്. വസ്തു നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് വാസ്തു നല്ലതായിട്ട് ചെയ്ത പ്രയോജനം ഉണ്ടാവും. മറ്റേ വാസ്തു ക്ലിയർ ആയിരിക്കും, പക്ഷെ വാസ്തു ക്ലിയർ ആയിരിക്കില്ല. കാരണം ചില ഭൂമിയൊക്കെ എടുക്കുന്ന സമയത്ത് അതിനകത്ത് പണ്ട് ശവമടക്കിയിരിക്കുന്ന ഭൂമിയായിരിക്കാം, അല്ലെങ്കിൽ എല്ലൊക്കെ ഉണ്ടാവാം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം അതിനകത്ത് സർപ്പത്തിൻ്റെയൊക്കെ കാവുകൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ മറ്റ് പല വെച്ചാരാധന ഉണ്ടായിരുന്ന ഭൂമി ഉണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഭൂമികളാണ്. കാരണം നമുക്കൊരിക്കലും അറിയില്ല. ചിലപ്പം പണ്ട് ശ്മശാനമായിട്ടിരുന്ന ഭൂമിയായിരിക്കാം. ഇതൊക്കെ കാലക്രമേണ ഇതൊക്കെ ആൾക്കാരും എല്ലാം മറന്ന് പ്ലോട്ടൊക്കെ തിരിച്ച് നല്ല ഭംഗിയായിട്ട് എടുക്കാം. പക്ഷെ ഒരിക്കലും നമുക്കിവിടെ സുഖകരമായിട്ട് നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഭൂമി എടുക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ആസ്ട്രോളജി ചെയ്യുന്ന ഒരാളെ കാണിച്ചു, വാസ്തുക്കാർക്ക് അത് അറിയാൻ പറ്റില്ല. ഒരു ആസ്ട്രോളജി ചെയ്യുന്ന ഒരാളെ കാണിച്ചു കഴിയുമ്പോൾ അവർക്ക് രാശി വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഭൂമി എന്താണ്, അല്ല അതിൻ്റെ താമസം നല്ലതാണോ, അവർക്ക് രാശിയുള്ളതാണോ, അല്ല അതിനകത്ത് എന്താണ് അതിനകത്ത് ബാധകത്വമായിട്ട് നിൽക്കുന്നത്, അതിനെ മാറ്റാൻ പറ്റുമോ, ഇതൊക്കെ അറിയാൻ പറ്റും. എപ്പോഴും ഭൂമി ഫസ്റ്റാണ്. ഭൂമി എടുക്കുമ്പോൾ നല്ല ഭൂമി കിട്ടിയാൽ പകുതി വാസ്തുവിൻ്റെ വിഷയങ്ങൾ തീരും. അത് കഴിഞ്ഞിട്ട് വാസ്തു അനുസരിച്ച് നല്ലൊരു പ്ലാൻ വരച്ച് സുഖമായിട്ട് നമുക്ക് ജീവിച്ചു പഠിച്ച് പോകാൻ പറ്റും. പിന്നെ ചില ഭൂമിക്ക് അത് വെള്ളം കാണില്ല, വെള്ളം കാണാത്തൊരു ഭൂമിക്ക് അത് വീട് പണി ചെയ്യാനൊക്കെയാണ് ബുദ്ധിമുട്ട്. അപ്പം ഇതൊക്കെ ഒരു വാസ്തു ചെയ്യുന്ന ഒരാളെ വിളിച്ച് കൺഫേം ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ മെയിൻ വാതിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഗേറ്റിൻ്റെ സ്ഥാനം, മെയിൻ വാതിലോട്ടുള്ള വസ്തുവിലോട്ടുള്ള മെയിൻ എൻട്രൻസ്, ആ മെയിൻ എൻട്രൻസ് അതിനകത്ത് നമ്മൾ ആദ്യം കയറുന്ന അതിലെയാണ്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ മെയിൻ വാതിൽ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് വെച്ചെങ്കിലേ ആ മെയിൻ അതിൽ നിന്ന് വരുന്ന ഒരു പോസിറ്റീവ് എനർജി ആ വീടിൻ്റെ അകത്തേക്ക് കിട്ടുകയുള്ളൂ. അപ്പം മെയിൻ വാതിൽ വെക്കുമ്പം ചിലയിടത്തൊക്കെ ഇപ്പോൾ ഒരു പുതിയ മോഡലൊക്കെ അനുസരിച്ച് ഒരു പാളി വലുതും ഒരു പാളി ചെറുതുമാണ്. അപ്പം നമുക്ക് വെക്കുമ്പോൾ 2 പാളിയാണ് വെക്കുന്നതെങ്കിൽ 2 പാളി ഒരേ അളവായിരിക്കണം എപ്പോഴും. പിന്നെ വീടുകളുടെ വാതിലൊക്കെ ചില ആൾക്കാർ വാട്ടർ കണ്ടൻസിൻ്റെ ഒക്കെ പടങ്ങൾ വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഉയർച്ച താഴ്ചയുള്ള സിമ്പിൾസുകൾ, ഇതൊന്നും വരാൻ പാടില്ല. അതുപോലെ മെയിൻ വാതിൽ വെക്കുമ്പോൾ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ബെറ്ററാണ്. ഇത് നല്ല സ്ഥാനത്ത് കിട്ടിയാൽ അത്രയും നല്ലതാണ്. അതുപോലെ മെയിൻ വാതിലിന് മുന്നിലായിട്ട് ഈ പറഞ്ഞ പോലെ മറ്റുള്ള വീടുകളിലേക്ക് എഡ്ജുകൾ വരാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ അത് നോക്കുക. അതുപോലെ മെയിൻ വാതിലിൻ്റെ മുന്നിലായിട്ട് കിണർ വരാൻ പാടില്ല. അതുപോലെ മെയിൻ വാതിലിന് മുന്നിലായിട്ട് നമുക്ക് ഈ ചെരുപ്പുകളെല്ലാം കൂടെ അഴിച്ചിടുന്നൊരു ശീലമുണ്ട്. അത് അത്ര സുഖകരമല്ല. കാരണം വെച്ചാൽ ഒരു പോസിറ്റീവ് എനർജി വന്ന് കയറുന്നത് അത് ബ്ലോക്ക് ആവും എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകും.